200-ലേറെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട് എക്സലിൽ. അവയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അഥവാ എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കുന്ന എക്സൽ ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 11 എക്സൽ ഷോർട്ട് കട്ടുകളിൽ ആദ്യത്തേത് കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ടാണ്. കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഒരു ടേബിളിലെ എൻറ്റയർ ഡേറ്റ, അതായത് ഒരു ടേബിളിലെ മുഴുവൻ ഡേറ്റ സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ എ. ഉദാഹരണത്തിന് ഈ ടേബിൾ സെലക്ട് ചെയ്യാനായിട്ട് ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇനി കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എ എന്ന കീയിൽ പ്രസ് ചെയ്യുക. കൺട്രോൾ എ. നോക്കുക, ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ട കാണാം. വീണ്ടും ഈ ടേബിൾ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എ, ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ട കാണാം. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ സെലക്ട് ചെയ്ത് കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ടേബിൾ സെലക്ട് ചെയ്യപ്പെടും. അതേസമയം കൺട്രോൾ എ എന്ന ഷോർട്ട് കട്ട് 2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻറ്റയർ വർക്ക് ഷീറ്റ് ആവും സെലക്ട് ചെയ്യപ്പെടുക. അതായത് ഒരു വർക്ക് ഷീറ്റിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് കൺട്രോൾ എ, ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു. വീണ്ടും ഒരു തവണ കൂടി കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു. ഈ വർക്ക് ഷീറ്റിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഇവിടെ ഇപ്പോൾ 2 ചെറിയ ടേബിൾസാണ് നമ്മൾ ഉദാഹരണമായിട്ട് ഉപയോഗിച്ചത്. 1000-ഓ 2000-ഓ 10,000-ഓ റെക്കോർഡ്സ് ഉള്ള ടേബിൾസ് സെലക്ട് ചെയ്യാനും ഇതേ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ ഒരു ടേബിൾ നോക്കാം. ഏതാണ്ട് 1500-ലേറെ റെക്കോർഡ്സ് ഉണ്ട് ഈ ടേബിളിൽ. ഈ ടേബിൾ സെലക്ട് ചെയ്യാനായിട്ട് ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ എ. നോക്കുക, എൻറ്റയർ ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു. അടുത്തത് ഡേറ്റ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകളാണ്. ഈ കാണുന്ന ടേബിൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ എ, എൻറ്റയർ ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു. സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ സി. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് സി എന്ന കീ പ്രസ് ചെയ്യുന്നു. കൺട്രോൾ സി. സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന മൂവിംഗ് ബോർഡറാണിത്. ഇനി കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. കോപ്പി ചെയ്ത ഡേറ്റ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ വി. കൺട്രോൾ വി. നോക്കുക, നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോഴും ഡേറ്റയ്ക്ക് ചുറ്റും മൂവിംഗ് ബോർഡർ കാണാം. അതായത് വീണ്ടും നമ്മൾ കൺട്രോൾ വി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡേറ്റ പേസ്റ്റ് ചെയ്യപ്പെടും. കൺട്രോൾ വി. വീണ്ടും കൺട്രോൾ വി. ഡേറ്റ പേസ്റ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇങ്ങനെ സെല്ലുകളുടെ ഡേറ്റ മാത്രമല്ല, എക്സൽ ചാർട്ടുകളും പിക്ചേഴ്സും ഷേപ്സും ഒക്കെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്ന പിക്ചർ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്ത പിക്ചർ കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സി. കോപ്പി ചെയ്ത പിക്ചർ ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ വി. ഡേറ്റ കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ കട്ട് ആൻഡ് പേസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന കുഞ്ഞ് ടേബിൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ ടേബിളിൻ്റെ താഴെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ എക്സ്. കൺട്രോൾ എക്സ്. നോക്കുക, എക്സൽ സെല്ലുകൾ കോപ്പി ചെയ്യുമ്പോഴും മാത്രമല്ല, സെല്ലുകൾ കട്ട് ചെയ്യുമ്പോഴും സെല്ലുകൾക്ക് ചുറ്റും മൂവിംഗ് ബോർഡർ വരും. ഇനി കട്ട് ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ വി. മറ്റൊരു ഷീറ്റിൽ നിന്ന് ഡേറ്റ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനും ഇതേ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ കാണുന്ന കുഞ്ഞ് ടേബിൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ എ, ടേബിൾ സെലക്ട് ചെയ്യപ്പെട്ടു. കൺട്രോൾ എക്സ്. എവിടെയാണോ ഡേറ്റ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ വി. ഇനി അടുത്ത ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഡേറ്റ പോയത് കാണാം. അടുത്തത് ആക്ഷൻസ് അൺഡു ചെയ്യാനും റീഡു ചെയ്യാനുമുള്ള ഷോർട്ട് കട്ടുകളാണ്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ആക്ഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത വർക്ക് ഷീറ്റിൽ നിന്ന് ഡേറ്റ കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഈ ആക്ഷൻ അൺഡു ചെയ്യാനായിട്ട്, അതായത് ഈ ആക്ഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് കൺട്രോൾ സെഡ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. കൺട്രോൾ സെഡ്. നോക്കുക, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പ്രവൃത്തി ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഈ വർക്ക് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഡേറ്റ വന്നാൽ കാണാം. ഇനി അടുത്ത വർക്ക് ഷീറ്റിൽ നിന്ന് നമ്മൾ ഡേറ്റ കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത ആക്ഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ഡേറ്റ കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. സോ വീണ്ടും നമ്മൾ കൺട്രോൾ സെഡ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ആക്ഷനും ക്യാൻസൽ ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഇങ്ങനെ അൺഡു ചെയ്ത ആക്ഷൻ റീഡു ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ വൈ. കൺട്രോൾ വൈ. നോക്കുക, അൺഡു ചെയ്ത ആക്ഷൻ റീഡു ചെയ്യപ്പെട്ടു. വീണ്ടും നമ്മൾ കൺട്രോൾ വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റ ഇങ്ങോട്ടേക്ക് വരും.
കൺട്രോൾ Y, അൺഡു ചെയ്ത ആക്ഷൻ റീഡു ചെയ്യപ്പെട്ടു. അടുത്തത് ഓട്ടോ സമ്മിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ്. സാധാരണഗതിയിൽ എക്സൽ സെല്ലുകളിലുള്ള സംഖ്യകളുടെ സം കണ്ടെത്താനായിട്ട് സം ഫംഗ്ഷൻ എഴുതുകയാണ് നമ്മൾ പതിവ്. ഉദാഹരണത്തിന് ഈ കോളത്തിലുള്ള സംഖ്യകളുടെ സം കണ്ടെത്താനായിട്ട് ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, ഈ കാണുന്ന സെല്ലുകളിലുള്ള സംഖ്യകളുടെ സം ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. എന്നാൽ ടാബുലാർ ഫോമിലുള്ള ഡേറ്റയിൽ ഇങ്ങനെ മാനുവലി സം ഫംഗ്ഷൻ എഴുതുന്നതിന് പകരം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സം ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈ കോളത്തിലുള്ള സംഖ്യകളുടെ സം കണ്ടെത്താനായിട്ട് ഓൾട്ട് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈക്വൽ എന്ന കീ പ്രസ് ചെയ്യുക. ഓൾട്ട് ഈക്വൽ. നോക്കുക, ഇവിടെ സം ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നാൽ കാണാം. എൻ്റർ. ഒന്നിലധികം സെല്ലുകളിലും ഓട്ടോ സം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, ഓൾട്ട് ഈക്വൽ. കോളങ്ങളിൽ മാത്രമല്ല വരികളിലും ഓട്ടോ സം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന സംഖ്യകളുടെ സം ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഓൾട്ട് ഈക്വൽ. അടുത്തത് ലാസ്റ്റ് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. അതായത് തൊട്ടു മുമ്പ് നമ്മൾ ചെയ്ത പ്രവൃത്തി റിപ്പീറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. ഉദാഹരണത്തിന് ഈ കാണുന്ന സെല്ലുകളിൽ ഞാൻ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത ആക്ഷൻ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി ഇതേ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് F4 എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. ഈ സെല്ലുകളിൽ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, F4. ഇനി ഈ സെല്ലുകൾക്ക് ഞാൻ റെഡ് ഫോണ്ട് കളർ അപ്ലൈ ചെയ്യുന്നു. സോ തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത ആക്ഷൻ റെഡ് ഫോണ്ട് കളർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇതേ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് F4. ഇനി ടേബിൾസിലൂടെ വളരെ പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഷോർട്ട് കട്ടുകൾ നോക്കാം. ഈ ടേബിൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1500 റെക്കോർഡ്സ് ഉണ്ട് ഈ ടേബിളിൽ. അതായത് ഈ ടേബിളിൻ്റെ ഏറ്റവും അവസാനത്തെ റോയിൽ എത്താനായിട്ട് മാനുവലായിട്ട് നമ്മൾ മൗസ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഇനി ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ടേബിളിൻ്റെ അവസാനത്തെ വരിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കോളത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സെല്ല് സെലക്ട് ചെയ്യാനായിട്ട് കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡൗൺ ആരോ പ്രസ് ചെയ്യുക. കൺട്രോൾ ഡൗൺ ആരോ. നോക്കുക, കോളത്തിലെ അവസാനത്തെ സെല്ല് സെലക്ട് ചെയ്യപ്പെട്ടു. ഈ വരിയുടെ നമ്പർ നോക്കുക, 1562. ഇനി കോളത്തിലെ ആദ്യത്തെ സെല്ലിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ അപ്പ് ആരോ. നോക്കുക, കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യപ്പെട്ടു. വീണ്ടും ഈ കോളത്തിലെ അവസാനത്തെ സെല്ലിലേക്ക് പോകാനായിട്ട് കൺട്രോൾ ഡൗൺ ആരോ, കൺട്രോൾ അപ്പ് ആരോ. ഇനി ടേബിളിൻ്റെ ഇടത്തെ അറ്റത്തേക്ക് പോകണമെങ്കിൽ, അതായത് ലെഫ്റ്റ് എൻഡിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യാം. നോക്കുക, ഈ വരിയിലെ ലെഫ്റ്റ് എൻഡിലെ സെല്ല് സെലക്ട് ചെയ്യപ്പെട്ടു. ഇനി റൈറ്റ് എൻഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ കൺട്രോൾ റൈറ്റ് ആരോ. കോളത്തിലെ അവസാനത്തെ സെല്ല് സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ ഡൗൺ ആരോ, കൺട്രോൾ ലെഫ്റ്റ് ആരോ, കൺട്രോൾ അപ്പ് ആരോ. ടാബുലാർ ഫോമിലുള്ള ഡേറ്റയിൽ ഫിൽറ്റർ അപ്ലൈ ചെയ്യാനും ഫിൽറ്റർ റിമൂവ് ചെയ്യാനുമുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് L. ഈ ടേബിളിൽ ഫിൽറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് കീകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് L എന്ന കീ പ്രസ് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് L. എല്ലാ കോളം ഹെഡേഴ്സിൻ്റെയും റൈറ്റ് സൈഡിൽ ഫിൽറ്റർ ഹെഡ് വന്നാൽ കാണാം. ഇനി ടേബിളിൽ നമുക്കൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്ത് നോക്കാം. കൊച്ചി നഗരത്തിൽ നടന്ന സെയിൽസിൻ്റെ റെക്കോർഡ്സ് മാത്രം കിട്ടാനായിട്ട് സിറ്റി, സെലക്ട് ഓൾ, കൊച്ചിൻ, ഓക്കെ. നമുക്ക് കൊച്ചി നഗരത്തിൽ നടന്ന സെയിൽസിൻ്റെ റെക്കോർഡ്സ് മാത്രമാണത്. ഫിൽട്ടർ ചെയ്യപ്പെട്ട ഡേറ്റയിലൂടെ നാവിഗേറ്റ് ചെയ്യാനും കൺട്രോൾ ആരോ കീസ് ഉപയോഗിക്കാവുന്നതാണ്. കൺട്രോൾ ഡൗൺ ആരോ, കൺട്രോൾ ലെഫ്റ്റ് ആരോ, കൺട്രോൾ അപ്പ് ആരോ. നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ടും കൺട്രോൾ ഷിഫ്റ്റ് L എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് L. നമുക്ക് ടേബിളിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫിൽറ്റർ പോയത് കാണാം. ഇനി ഒരു എൻറ്റയർ കോളം എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നോക്കാം. നഗരങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുള്ള ഈ കോളം സെലക്ട് ചെയ്യാനായിട്ട് കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് കീകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡൗൺ ആരോ പ്രസ് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. നോക്കുക, ഈ എൻറ്റയർ കോളം സെലക്ട് ചെയ്യപ്പെട്ടു. കൺട്രോൾ അപ്പ് ആരോ. പ്രോഡക്റ്റ് നെയിംസ് കൊടുത്തിട്ടുള്ള ഈ കോളമാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ.
ഫോമുല എഴുതാൻ നേരം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണിത്. അതിൻ്റെ ഉദാഹരണം നോക്കാം. എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള ഈ കോളത്തിലെ എല്ലാ വാല്യൂസിൻ്റെയും സം കണ്ടെത്താനായിട്ട് ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യാനായിട്ട് കോളത്തിലെ ആദ്യത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ നോക്കുക, എൻ്റയർ കോളം സെലക്ട് ചെയ്യപ്പെട്ടു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ. ഈ കോളത്തിലെ എല്ലാ വാല്യൂസിൻ്റെയും സം ഇവിടെ കിട്ടിയത് കാണാം. ഒരു ഉദാഹരണം കൂടി. ഈ കാണുന്ന ഓരോ നഗരത്തിലും ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ വീതം നടന്നു എന്നറിയാനായിട്ട് ഈക്വൽ സമ്മിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സമ്മിഫ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്. ഇവിടുത്തെ ക്രൈറ്റീരിയ ബാംഗ്ലൂർ സിറ്റിയാണ്. ഈ ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നഗരങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുള്ള ഈ കോളത്തിലാണ്. നഗരങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുള്ള ഈ സെല്ലുകൾ സെലക്ട് ചെയ്യാനായിട്ട് കോളത്തിലെ ആദ്യത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. ഈ സെൽ റെഫറൻസുകൾ ലോക്ക് ചെയ്യാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാം, കോമ. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് അഥവാ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ ബാംഗ്ലൂർ സിറ്റിയാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ. സിറ്റിയുടെ പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ. മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് സം റേഞ്ച്. എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി ഈ കോളത്തിലെ ആദ്യത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. ഈ സെൽ റെഫറൻസുകൾ ലോക്ക് ചെയ്യാനായിട്ട് F4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ബാംഗ്ലൂർ സിറ്റിയിൽ നടന്ന ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടി. മറ്റ് നഗരങ്ങളിലെ സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടാനായിട്ട് ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഈ വാല്യൂസിൻ്റെ സം കണ്ടെത്താനായിട്ട് ഓൾട്ട് ഈക്വൽ. എക്സൽ, വേർഡ്, പവർ പോയിന്റ് എന്നീ ആപ്ലിക്കേഷൻസിലെ കീബോർഡ് ഷോർട്ട് കട്ട്സിനെ കുറിച്ച് ഏതാണ്ട് 15-ലേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.